ഈ കാണുന്ന പോസ്റ്റർ എങ്ങനെ സിമ്പിളായിട്ട് ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബൈ ദ വേ, ഈ പോസ്റ്റർ ഞാൻ ഇതിൽ നിന്ന് കോപ്പി അടിച്ചുണ്ടാക്കിയതാണ്, ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയതാണ്. ഒട്ടും പറഞ്ഞ സമയം കളയുന്നില്ല. ഈ പോസ്റ്റർ ഞാൻ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ആദ്യത്തെ പാർട്ടിൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. പോസ്റ്റർ ശ്രദ്ധിച്ചറിയാം, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡാർക്ക് റെഡ് ടു ലൈറ്റ് റെഡ് ഗ്രേഡിയന്റ് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഈ ലെയറിലാണ് ഇനി ഗ്രേഡിയന്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഗ്രേഡിയന്റ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ടൂൾ ബോക്സിൽ പോയിട്ട് ഇവിടെ ഗ്രേഡിയന്റ് ടൂൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലെറ്റർ ജി ക്ലിക്ക് ചെയ്താലും മതി. വൺസ് നിങ്ങൾ ലെറ്റർ ജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഗ്രേഡിയന്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്രേഡിയന്റ് എഡിറ്റർ വരും. ഞാനിവിടെ ഓൾറെഡി നമുക്ക് വേണ്ട ഗ്രേഡിയന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഈ കളറിലൊന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിത് മാറ്റുന്നില്ല, കാരണം ഞാൻ ഈ കളറെല്ലാം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. വൺസ് നിങ്ങളുടെ കളറെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കുക. ഇനിയും ഈ ലെയറിൽ എങ്ങനെ ഗ്രേഡിയന്റ് വരുത്താമെന്ന് നോക്കാം. അതിനായിട്ട് മൗസ് ഉപയോഗിച്ചിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാൻവാസിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് റൈറ്റ് ബോട്ടം കോർണറിലേക്ക് ഡ്രാഗ് ചെയ്താണ്. നിങ്ങൾക്ക് തിരിച്ചും ചെയ്യാം. തിരിച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാർക്ക് റെഡ് മേളിലും ഈ ലൈറ്റ് റെഡ് താഴെ വരും. അതേ ഉള്ളൂ വ്യത്യാസം. നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലും വേണമെങ്കിലും ഗ്രേഡിയന്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനൊരു ഡയറക്ഷനിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു. ബട്ട് ഒരു കാര്യം കൂടെ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിന് കുറച്ച് ഡെപ്തൂടെ കൊടുക്കാൻ വേണ്ടി ഞാനൊരു നോയ്സ് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതെങ്ങനെ ആഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലെയർ സെലക്ട് ചെയ്തിട്ട് ഫിൽറ്ററിൽ പോയിട്ട് നോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ആഡ് നോയ്സ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യാൻവാസിന് ഇവിടെ ഓൾറെഡി ഒരു നോയ്സ് ക്രിയേറ്റർ ഉണ്ട്. 20 എമൗണ്ട് വരുന്ന ഒരു നോയ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണേലും കൊടുക്കാം. നിങ്ങൾ നോയ്സ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. ഈ ഒരു നോയ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് എത്ര വേണേലും കൊടുക്കാം, കൂടുതൽ കൊടുക്കാം, കുറച്ചും കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിന്റെ പരിപാടികൾ കഴിഞ്ഞു. ഇനി മിഡ് ഗ്രൗണ്ടിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അവിടെ ആഡ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ ടെക്സ്റ്റും ടൊമാറ്റോ ആണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ടൊമാറ്റോ കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ടൊമാറ്റോയുടെ PNG ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങോട്ട് ഫോട്ടോഷോപ്പിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. വെരി സിമ്പിളാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷനിൽ നിന്ന് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോഷോപ്പിലേക്ക് ഇത് വരും. എനിക്കിത് വേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഭാഗത്തുമായിട്ടാണ് എനിക്ക് ടൊമാറ്റോസ് വേണ്ടത്. അതിനായിട്ട് ആദ്യത്തെ ടൊമാറ്റോ ശകലം സ്കെയിൽ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ടൊമാറ്റോ വേണ്ടത് എനിക്ക് ഈ ഭാഗത്താണ്. അതിനായിട്ട് പുതിയതായിട്ട് ഇനി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ടൊമാറ്റോ എടുത്തിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കോപ്പി എടുക്കാന്ന് പറഞ്ഞാൽ ലെയർ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യും. അപ്പോൾ അതിന്റെ ഒരു കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയ ടൊമാറ്റോ ഇവിടെ വേണ്ട, നമുക്ക് കുറച്ച് ചെറുതാക്കി വെക്കാം. ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്തിട്ട് എൻഡ് പോയിന്റ് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്താൽ അപ്പോൾ നമുക്ക് അവിടെ ടൊമാറ്റോ സ്കെയിൽ ചെയ്ത് ചെറുതാക്കാൻ പറ്റും. ഇനി ഇതിന് കുറച്ച് ഡെപ്തൂടെ കൊണ്ടുവരണം. ഒരു ടേബിളിന്റെ പുറത്തിരിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇതിന് ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്യാം. ജസ്റ്റ് ടൊമാറ്റോയിൽ ക്ലിക്ക് ചെയ്തിട്ട് എഫക്ട്സിൽ ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഡെപ്ത് ക്രിയേറ്റ് ആയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലുള്ള ഷാഡോ ഇവിടെ കൊടുക്കാൻ പറ്റും. ആ ടൊമാറ്റോയ്ക്ക് ഇപ്പോൾ ഒരു ഡെപ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ടൊമാറ്റോയ്ക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇവിടെ ഡ്രോപ്പ് ഷാഡോ വിസിബിൾ ആവേണ്ട അത്ര ഏരിയ ഒന്നും ഇല്ല, എന്നാലും കൊടുത്തേക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഷാഡോ എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ബ്ലർ ആഡ് ചെയ്യാം. ബ്ലർ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡെപ്ത് ഓഫ് ഫീൽഡിന്റെ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടൊമാറ്റോയ്ക്ക് ബ്ലർ ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് ആ ടൊമാറ്റോ സെലക്ട് ചെയ്യുക, ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഗോഷ്യൻ ബ്ലർ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ബ്ലർ വരും. 2 പിക്സൽ റേഡിയസ് വരുന്ന ഒരു ബ്ലർ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. ഒരുപാട് ബ്ലർ അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഈ ടൊമാറ്റോയ്ക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബ്ലർ ആഡ് ചെയ്യണം. അതെന്തിനാന്ന് പറഞ്ഞാൽ, നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആയ ടൊമാറ്റോ സോസിന്റെയും ഫ്രണ്ടിലാണ് ഈ തക്കാളി വരുന്നത്. അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടെ ഔട്ട് ഓഫ് ഫോക്കസ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ ബ്ലർ ആഡ് ചെയ്യും. അതിന് വീണ്ടും ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ സെലക്ട് ചെയ്യുക, ഗോഷ്യൻ ബ്ലർ സെലക്ട് ചെയ്യുക. ഒരു 3.5 റേഡിയസ് വരുന്ന ബ്ലർ ഇവിടെ ആഡ് ചെയ്യുക. ഇനി മിഡ് ഗ്രൗണ്ടിൽ ടെക്സ്റ്റ് ലെയർ ആണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കുക, അല്ലെങ്കിൽ ലെറ്റർ T സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ടൂൾ വരുന്നതായിരിക്കും. വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് ടൊമാറ്റോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്, വെർട്ടിക്കലായിട്ടാണ് ടെക്സ്റ്റ് ചാലഞ്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ടൂൾ പ്രോപ്പർട്ടീസിൽ വന്നിട്ട് ആംഗിളിൻ്റെ അവിടെ -90 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് വെർട്ടിക്കലി അലൈൻ ആവും. അങ്ങനെ നമ്മൾ മിഡ് ഗ്രൗണ്ടിൽ ടൊമാറ്റോസും സെറ്റ് ചെയ്തു. ടൊമാറ്റോ എന്ന് എഴുതിയ ടെക്സ്റ്റും ആഡ് ചെയ്യും. ഇനിയും ജസ്റ്റ് ഒരു അഡീഷൻ പോലെ ഞാൻ 2 റോസ്മേരി ലീവ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു എസ്തെറ്റിക് ബാലൻസിന് വേണ്ടി. അതും നമ്മൾ ഡ്രോപ്പ് ഷാഡോയും ബ്ലറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിഡ് ഗ്രൗണ്ടിന്റെ പരിപാടി കഴിഞ്ഞു. ഫോർഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ പോസ്റ്ററിന്റെ മെയിൻ സബ്ജക്റ്റ് ആയ ടൊമാറ്റോ സോസിന്റെ ബോട്ടിലാണ് വെക്കുന്നത്. അത് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബോട്ടിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്കിലെ ടെക്സ്റ്റ് വിസിബിൾ അല്ല. അതിനായിട്ട് ടെക്സ്റ്റ് ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ടെക്സ്റ്റ് കുറച്ചുകൂടെ വിസിബിൾ ആവും. ഓക്കെ, നിങ്ങൾ അതിൽ ഹാപ്പി ആയി കഴിയുമ്പോൾ ഇനി നമ്മുടെ ഫോർഗ്രൗണ്ട് എലമെന്റ് ആയ മെയിൻ സബ്ജക്റ്റ് ആയ ബോട്ടിലേക്ക് വരിക. ബോട്ടിലിന് ഒരു ഡെപ്ത് കൊടുക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്യുക.
ഇപ്പോൾ ടേബിളിന്റെ മണ്ടയ്ക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത പോലെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഫോർഗ്രൗണ്ടിലും മെയിൻ സബ്ജക്റ്റ് ആയ നമ്മുടെ ടൊമാറ്റോ സോസ് ബോട്ടിലും വെച്ചിട്ടുണ്ട്. അതിന് ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ മൊത്തം ഒരു ഡെപ്തും ഡീറ്റെയിലും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച പോസ്റ്റർ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്ത ഈ പോസ്റ്റർ കുറച്ച് ഡീറ്റെയിൽസും കളർ കറക്ഷനും മറ്റ് ചില പരിപാടികളൊക്കെ ചെയ്ത് ഈ കാണുന്ന പരുവത്തിലോട്ട് ഞാൻ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.